നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ ഇനി വാർത്താ നേരമാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം പ്രധാന വാർത്തകൾ. EP ജയരാജനെതിരായ റിസോർട്ട് വിവാദം CPM അന്വേഷിക്കും. പാർട്ടി സമിതിയെ നിയോഗിച്ചു. EP-യുടെ പരാതിയിൽ P ജയരാജനെതിരെയും അന്വേഷണം. വ്യക്തിഹത്യയ്ക്ക് ശ്രമം നടന്നുവെന്ന് EP അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന P ജയരാജന്റെ ആരോപണം. കൊച്ചിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ ഡ്രൈവർ പിടിയിൽ. അറസ്റ്റിലായത് അപകടകരമായി ബസ് ഓടിച്ച ദീപു കുമാർ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തി കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. നികുതി വർധനയെ ന്യായീകരിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. ധനസ്ഥിതി അപകടകരമായ അവസ്ഥയിൽ സെസ് ഏർപ്പെടുത്തിയത് സംസ്ഥാന താൽപര്യം പരിഗണിച്ചെന്നും മന്ത്രി. സർക്കാർ ജനങ്ങളെ കുത്തിപ്പിഴിയുകയാണെന്ന് K സുധാകരൻ. അധിക നികുതി അടയ്ക്കരുതെന്ന് ആഹ്വാനം. വിവാദമായ കൗഹഗ് ഡേ സർക്കുലർ പിൻവലിച്ച മൃഗസംരക്ഷണ ബോർഡ്. വാലന്റൈൻസ് ദിനം പശുക്കളെ ആലിംഗനം ചെയ്ത് ആചരിക്കില്ല. സർക്കുലർ പിൻവലിച്ചത് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം. ISROയുടെ SSLV D2 വിക്ഷേപണം വിജയകരം. 3, 2, 1, 0. Beautiful launch of SSLV D2 EOS 07 on a bright sunny morning. Even tracking. വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 3 ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിച്ചു. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആസാദി സാറ്റ് ഉപഗ്രഹവും ഭ്രമണപഥത്തിൽ. തുർക്കി സിറിയ ഭൂചലനത്തിൽ മരണം 22,000 കടന്നു. രക്ഷാദൌത്യം തുടരുന്നു. അതിശൈത്യം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി.